എങ്ങനെ കേളന് പാലം കുലുങ്ങുമ്പോൾ കുലുങ്ങാതെ ഇരിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിലേക്കാണല്ലോ നമ്മൾ നോക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ട്രേസി മോൾ മത്തായി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഫ്രം മൈൻഡ് ബ്യൂട്ടി. ലെറ്റ് അവർ മൈൻഡ് ഷൈൻ. ഗ്രൗണ്ടഡ് ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലും ഗ്രൗണ്ടഡ് ആയിരിക്കുന്നത്? നമ്മുടെ അഡ്രിനാലിൻ ലെവല്, കോർട്ടിസോൾ ലെവല്, ഹാർട്ട് റേറ്റ്, ബ്രീത്തിങ്, പ്രഷർ, ഇതിനെ എല്ലാം ലെവലിൽ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്. കലങ്ങി മറിഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴും ഇതിനെ നമ്മൾ ഓരോരുത്തരും നോക്കണം, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ നോക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ലെന്ന് പറയുന്നത്. പഴയ ആൾക്കാർ അത് പറഞ്ഞു വെച്ചത് ഇപ്പം ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു അത്യാവശ്യമായ ഒരു ആറ്റിറ്റ്യൂഡാണ്. എന്താണെന്ന് വെച്ചാൽ, ബി ആൻ ഒബ്സർവർ. നമ്മൾ പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങാത്ത രീതിയിൽ ആയിരിക്കുകയും ചുറ്റുപാടും ഒബ്സർവ് ചെയ്യുകയും കൂടി ചെയ്താൽ നമുക്ക് കൂടുതൽ റിയാലിറ്റി ചെക്ക് കിട്ടുകയുള്ളൂ. അപ്പം ഇതിനകത്ത് കലങ്ങി മറിഞ്ഞിരിക്കുമ്പോൾ എങ്ങനെ ഇത് സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള 1-2 പോയിന്റ്സ് ആണ് വിസ്ഡം ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് വിസ്ഡം ഓഫ് ഇൻസെക്യൂരിറ്റി എന്ന് പറയും. അതായത് അൺസർട്ടനിറ്റി, സർട്ടൻ അല്ലാതെ, തീർച്ചയില്ലാത്ത സമയത്ത് ഉള്ള ഒരു തീർച്ച, സെക്യൂരിറ്റി ഫീൽ ചെയ്യാത്ത സമയത്തുള്ള ഒരു സെക്യൂരിറ്റി. അതിന് നമ്മുടെ ഈ പറഞ്ഞ പോലെയുള്ള പ്രഷറും ഹാർട്ട് ബീറ്റും നമ്മുടെ ബ്രീത്തിങ്ങും എല്ലാം ഒന്ന് കൺട്രോളിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ തീർച്ച നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കൂട്ടത്തിന്റെ പ്രതികരണത്തിനെ ഒരുപാടങ്ങ് നമ്പാതിരിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ അത് മിക്കവാറും അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും അതൊരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇൻസിഡന്റിന്റെ ഇമോഷണൽ റിയാക്ഷൻ ആയിരിക്കും. പൊതുജനത്തിന് ഒരുപാടങ്ങ് കഴുതയാകാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. വിസ്ഡം ഓഫ് അൺസർട്ടനിറ്റിയും വിസ്ഡം ഓഫ് ഇൻസെക്യൂരിറ്റിയും പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയും അവയർനെസ്സും ഹൈ ആയിരിക്കണം. നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്വം അത് കൂട്ടിക്കൂട്ടി ഇരിക്കണം. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോളും, ബാക്കിയുള്ളവർ നോക്കിക്കോളും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്നുപെടും. ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല, ഇതൊന്നും എൻ്റെ വിഷയമല്ല, അതുകൊണ്ട് അതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു നിസ്സംഗമായ ആറ്റിറ്റ്യൂഡ് ഒരു ലക്ഷറിയായി മാറുന്ന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെയുള്ള മാറ്റങ്ങളിലാണ് നമ്മുടെ യാത്ര ഉള്ളത്. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലൊക്കെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ലഗേജ് അടിച്ചു മാറ്റി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയില്ലേ? അങ്ങനെ നമ്മുടെ ലഗേജുകളൊക്കെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും, നമ്മളൊന്ന് കണ്ണടയ്ക്കുമ്പോഴേക്കും പലതും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള പല കണ്ടീഷൻസ് ശരിയാകണമെങ്കിൽ നമ്മുടെ നിസ്സംഗത നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. നിസ്സംഗതയിൽ നിന്ന് നമ്മൾ മാറിപ്പോകേണ്ടതുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ബുദ്ധിജീവികൾ ഓബ്ജക്റ്റീവ് ഇവാലുവേഷൻ നടത്തുന്നതിന് മുൻപ് അവർക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റ സാമാന്യേന എറർ ഫ്രീ ആണോ എന്ന് നോക്കേണ്ടതുണ്ട്. എറർ ഫ്രീ അല്ല എങ്കിൽ ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ അത് എങ്ങനെ ബാധിക്കുമെന്നുള്ള നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് ഗഹനമായി ചിന്തിച്ച് അതിനുള്ള നിലപാടുകളും പുതിയ ആശയങ്ങളും പുതിയ പ്രൊപ്പഗാൻഡയും പുതിയ രീതികളും എല്ലാം ഫോം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റിലൈ ചെയ്യുന്ന ഡേറ്റ അത് സാമാന്യേന എറർ ഫ്രീ എങ്കിലും ആണെന്ന് ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് നമ്മൾ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് കാര്യങ്ങളെ നോക്കി കാണേണ്ടതുണ്ട്. എന്തെങ്കിലും ഒരു പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്, എവിടെയെങ്കിലും ആരെങ്കിലും ചൊറിയാൻ എന്തെങ്കിലും പറഞ്ഞു, ഉടനെ വടിയും വാളുമായിട്ട് ഇറങ്ങി പ്രതികരിക്കുമ്പോൾ കുറെ സമയം ആരാണെങ്കിലും ശശിയാകാനുള്ള ചാൻസ് വളരെ റിസ്ക് കൂടുതലുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചാടി കയറി പറയുക, പ്രവർത്തിക്കുക എന്നുള്ളത് അതൊരു വിഡ്ഢിത്തരമായി മാറുന്ന ഒരു കാലഘട്ടം. അത് കറക്റ്റ് ചെയ്യാനും തിരുത്താനും പറ്റാത്ത
ഇത്രയും, കാരണം അതുപോലെയുള്ള ഇൻഫർമേഷൻസ്, അതുപോലെയുള്ള മാറ്റങ്ങൾ എല്ലാം കൂടി ഇങ്ങനെ കയോട്ടിക് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പേഴ്സണൽ ആയിട്ടുള്ള ഓരോരുത്തരുടെയും ശ്രദ്ധ കൂടേണ്ടതുണ്ട്. ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു കഥ എനിക്ക് ഓർമ്മ വരുന്നു. ഒരു കുരങ്ങന്റെയും മീനിന്റെയും കഥയാണ്. ഒരു കുരങ്ങൻ ഒരു ദിവസം ഇങ്ങനെ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ പുഴയുടെ അരിയത്തായിട്ട് ഒരു മീൻ കിടന്ന് പെടയുന്നതാണ് കുരങ്ങൻ കാണുന്നത്. കുരങ്ങൻ മീൻ മരണവെപ്രാളത്തിൽ പെടയുകയാണെന്നുള്ള കുരങ്ങന്റെ ഇവാലുവേഷൻ, കുരങ്ങൻ ആ മീനിനെ പിടിച്ച് മരത്തിന്റെ മുകളിൽ സേഫ് ആയിട്ട് കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് കിടത്തി മീനിന് ആശ്വാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയം ആശ്വസിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ മീനിന് ആശ്വാസം, പൂർണ്ണമായ നിത്യശാന്തിയിലേക്ക് ആശ്വാസം മാറുന്നതായിട്ട് സംഭവിച്ചു. ഇതുപോലെ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങള്, നമ്മൾ ചാടിക്കേറിയുള്ള നമ്മൾ പ്രവർത്തനങ്ങള്, ചുറ്റുപാടും നിരീക്ഷിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഈ രീതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് അണ്ണാറക്കണ്ണനും തന്നാലായത് ചെയ്യാം എന്ന നിലപാടിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും വരാം. ബിക്കോസ് ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. മൈൻഡ് ബ്യൂട്ടി ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.